ഹലോ, അസ്സാം വലൈക്കും. 2026 പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് ഗവൺമെൻറ് മുഖേന അപേക്ഷിച്ചവർക്കുള്ള നറുക്കെടുപ്പ് ഇന്ന് മുംബൈ കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി ഓഫീസിൽ വെച്ച് പകൽ 11:30-ക്ക് നടക്കും. തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് അവരുടെ കവർ ഹെഡിൻ്റെ മൊബൈലിലേക്ക് SMS ആയി വിവരം ലഭിക്കുന്നതാണ്. കൂടാതെ ഹജ്ജ് കമ്മിറ്റിയുടെ വെബ്സൈറ്റ് സന്ദർശിച്ച് അവിടെ നിന്ന് പ്രൊഫഷണൽ സെലക്ഷൻ ലിസ്റ്റും വെയിറ്റിംഗ് ലിസ്റ്റിൻ്റെയും ഡീറ്റെയിൽസ് അറിയാവുന്നതാണ്. 1,94,616 അപേക്ഷകളാണ് ഹജ്ജ് കമ്മിറ്റിക്ക് ലഭിച്ചിട്ടുള്ളത്. എന്നാൽ സൗദി ഈ പ്രാവശ്യം ഇന്ത്യക്ക് അനുവദിച്ചത് 1,75,025 സീറ്റുകളാണ്. ഇതിൽ 70% മാത്രമാണ് ഗവൺമെൻറ്റിനുള്ളത്, അതായത് 1,21,701 സീറ്റ്. ബാക്കി വരുന്ന 30% സീറ്റുകൾ പ്രൈവറ്റിനായി പിന്നീട് വീതിച്ചു നൽകും. കേരളത്തിൽ നിന്ന് മാത്രം ഹജ്ജ് കമ്മിറ്റിക്ക് 27,123 അപേക്ഷകളാണ് ലഭിച്ചിട്ടുള്ളത്. 65 വയസ്സ് കഴിഞ്ഞവരുടെ വിഭാഗത്തിൽ 4,972 അപേക്ഷകളും മെഹ്റം വേണ്ടാത്ത ലേഡീസ് വിത്തൗട്ട് മെഹ്റം ഗ്രൂപ്പിൽ നിന്ന് 3,623 അപേക്ഷകളും ലഭിച്ചിട്ടുണ്ട്. കൂടാതെ കഴിഞ്ഞ വർഷത്തെ വെയിറ്റിംഗ് ലിസ്റ്റിൽ നിന്നുള്ള 918 അപേക്ഷകളും ലഭിച്ചിട്ടുണ്ട്. ഈ 3 വിഭാഗങ്ങൾക്കും മുൻഗണന ലഭിക്കും എന്നാണ് അറിയുന്നത്. ഇങ്ങനെ നോക്കുമ്പോൾ ജനസംഖ്യ ആനുപാതികമായി കേരളത്തിന് ലഭിച്ച ഹജ്ജ് കോട്ടയിൽ നിന്ന് ജനറൽ വിഭാഗത്തിൽ 6,270 ആളുകൾക്ക് മാത്രമായിരിക്കും ആദ്യഘട്ടത്തിൽ അനുമതി ലഭിക്കുന്നത്. ബാക്കിയുള്ളവരെ വെയിറ്റിംഗ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തും. ഈ പ്രാവശ്യം പുതിയതായി ഉൾപ്പെടുത്തിയ 20 ദിവസത്തെ ഷോർട്ട് ഹജ്ജ് പാക്കേജിന് ഇന്ത്യയിൽ നിന്ന് ആകെ 10,000 പേർക്കായിരിക്കും അനുമതി ലഭിക്കുന്നത്. എന്നാൽ ഇതിലേക്കായി 18,659 അപേക്ഷകൾ ലഭിച്ചിട്ടുണ്ട് എന്നതിനാൽ തീർച്ചയായും നറുക്കെടുപ്പ് ഉണ്ടായിരിക്കും. ഇതിലേക്ക് കേരളത്തിൽ നിന്ന് മാത്രം 2,914 അപേക്ഷകളാണ് ലഭിച്ചിട്ടുള്ളത്. അനുമതി ലഭിച്ച എല്ലാവരും ഈ മാസം 20-ന് മുമ്പായി അവരുടെ ആദ്യ ഗഡുവായ 1,52,300 രൂപ സ്റ്റേറ്റ് ബാങ്കിൻ്റെയോ യൂണിയൻ ബാങ്കിൻ്റെയോ ശാഖകളിൽ അടയ്ക്കേണ്ടതാണ്. ഇങ്ങനെ പണം അടക്കാത്ത ആളുകളെ സെലക്ഷൻ ലിസ്റ്റിൽ നിന്ന് ക്യാൻസൽ ചെയ്യുന്നതായിരിക്കും എന്ന് പ്രത്യേകം ഓർമ്മിക്കണം. മുസ്ലിം ജനസംഖ്യ ആനുപാതികമായി ഹജ്ജിൻ്റെ സീറ്റ് ഓരോ സംസ്ഥാനത്തിനും വീതിച്ചു നൽകുമ്പോൾ അപേക്ഷകർ കുറവുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് ബാക്കിയാകുന്ന സീറ്റുകൾ പിന്നീട് കേരളത്തിന് ലഭിക്കും എന്നാണ് പ്രതീക്ഷ. അങ്ങനെ വരുമ്പോൾ കേരളത്തിൽ നിന്നുള്ള അപേക്ഷകരിൽ കുറേ വെയിറ്റിംഗ് ലിസ്റ്റുകാർക്ക് സാധാരണഗതിയിൽ അവസരം ലഭിക്കാറുണ്ട്.